ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കൊച്ചി ബോട്ട് ജെട്ടിയിലെത്തിയിട്ടോ. അപ്പം ഞങ്ങൾ ഫ്രഷൊക്കെ ആയിട്ട് നേരെ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ടായിട്ട് വന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം വേറെ പാർക്കൊക്കെ പോവാൻ. അപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ മെട്രോയിൽ കയറാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന്, കാരണം ടൈമായിട്ടില്ല. നമ്മളിവിടെ 6 മണിക്ക് എത്തിയോണ്ട് നമുക്ക് കുറേ ടൈമുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഫ്രീ ആയിട്ട് കുറച്ച് നേരം ഇരുന്ന് ടിക്കറ്റ് എടുക്കാൻ കുറേ പോകണം കേട്ടോ. ഒരു ഭാഗത്ത് ആണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പം നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ ഇവിടെ നടക്കുകയാണ്. അപ്പം ഈ കാണുന്നതാണ് നമ്മളെ മറൈൻ ഡ്രൈവിൻ്റെ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് എന്ന് വെച്ചാൽ ഏകദേശം അറിയപ്പെട്ടൊരു സാധനമാണ്. ഏത് ഷൂട്ടിലാണെങ്കിലും എന്തിലാണെങ്കിലും നമുക്കിത് കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമൊക്കെയാണ്. അവിടുത്തെ നടക്കുന്ന സ്ഥലങ്ങളായാലും എന്തായാലും അവിടെ വിഷയം. അപ്പോൾ ഈ കാണുന്നതാണ് പാസഞ്ചർ ബോട്ടുകളുണ്ട്, പിന്നെ ഫാമിലി ബോട്ടുകളുണ്ട്, അങ്ങനെ കുറേ ടൂറിസ്റ്റ് ബോട്ടുകൾ, കുറേ ബോട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് നിർത്തിയിട്ട് നമ്മൾ എന്തിനു വേണമെങ്കിലും നമുക്ക് കയറാം. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുക കേട്ടോ. മെട്രോൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ഹൈക്കോടതി ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൗണ്ടറാണ് നമുക്ക് കാണുക. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഒരു ഭാഗത്തേക്ക് കയറ്റി അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കണം. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മളവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കും. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറണം കേട്ടോ. ഉള്ളിൽ കയറാൻ അവിടെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട്. അടിപൊളിയാണ്. നമുക്ക് ഫോണ് ചാർജിലിടണമെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ എല്ലാ ഭാഗവും ചില്ലായതുകൊണ്ട് 360 ഡിഗ്രി നമുക്ക് പുറത്തേക്ക് കാണാം, കാഴ്ചകൾ കാണാം. ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വലിയ ഷിപ്പുകളാണ് കാണുന്നത് കേട്ടോ. അത് ഓരോ സ്ഥലത്തു നിന്ന് നമുക്ക് കണ്ടെയ്നർ ഇറക്കുന്നതാണ് കാണുന്നത്. കണ്ടെയ്നർ വന്നിട്ട് അത് ഇറക്കി വെക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഷിപ്പത്തെ സാധനങ്ങൾ ഇറക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ചീനവല. ഈ ചൈനക്കാരെന്തോ മീൻ പിടിക്കണമെന്തോ ഉണ്ടാക്കിയാന്നറിയാം. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ അറിയണോലുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് വെള്ളിനക്ഷത്രമൊക്കെ സിനിമ ഷൂട്ട് ചെയ്ത ഒരു വീടാണ് കേട്ടോ. അപ്പം ആ കാണുന്നതാണ് നമ്മളെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ ഫോർട്ട് കൊച്ചിയിലെത്തിയിട്ടോ. അവിടുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ബീച്ചിലെത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണിത്. വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളവിടെ അങ്ങനെ ഇരുന്ന്, കാരണം നല്ല തണുപ്പും കാറ്റും ഫ്രീ ആയിട്ടുള്ള ഏരിയകളാണ് കേട്ടോ ഇത്.
ഇത് രാവിലെ ടൈം തന്നെ ആയതുകൊണ്ട് നമുക്ക് എല്ലാം നടന്ന് ആസ്വദിച്ച് കാണാൻ പറ്റിട്ടോ. കാരണം എന്താ വെച്ചാൽ രാവിലെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായതുകൊണ്ട് നമുക്ക് ഫുള്ള് കാണാൻ പറ്റി. പെട്ടെന്ന് നമുക്ക് തിരക്കൊന്നുമില്ലാതെ എല്ലാ സ്ഥലവും കാണാൻ പറ്റിയിട്ടുണ്ട്. കുട്ടികളെ കൊണ്ടുവന്നാൽ ഓൽക്ക് വേണ്ട സാധനങ്ങളും എല്ലാം അവിടെ തന്നെ കിട്ടുട്ടോ. നമ്മളെ ബീച്ചിൽ തന്നെ എല്ലാ സാധനങ്ങളും ഫുഡും എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇത് പണ്ട് കാലങ്ങളും ബ്രിട്ടീഷ് കാലത്ത് ഓലുണ്ടാക്കിയതാണിത്. ഓല ഇതായിട്ടുള്ള എന്തോ സംഭവമാണ്. രണ്ട് ഭാഗത്തും നല്ല മനോഹരമായ കാഴ്ചകളുണ്ട് നമുക്ക് കാണുന്നത്. ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചീനിമരവും അവിടുത്തെ കടകളും അവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോന്നിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നത്. അവിടുത്തെ മരങ്ങളായാലും എന്തും കാണാം. പിന്നെ കുട്ടികൾക്ക് പറ്റിയ പാർക്കാണ് കേട്ടോ ആ കാണുന്നത്. നമുക്ക് ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് പാർക്കിലൊക്കെ ഇരുത്തി ഓലൊന്ന് വേണ്ടി സെറ്റാക്കാം. നമുക്കായിട്ടും ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയ ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഈ ചീനവല പൊക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഞങ്ങൾ നോക്കി വല്ലാണ്ടൊന്നും മീനില്ല, പക്ഷെ എന്നാലും സാധനം ഉണ്ടാവില്ല. കൂടുതൽ ചെമ്മീനാണ് പിടിക്കണേ ഓലെന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ കണ്ട ആ കപ്പലാണ് കേട്ടോ അത് സാധനങ്ങൾ കൊണ്ടുപോകണത്. അത് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരിക. പിന്നെ ഇത് പിന്നെ നേവിൻ്റെ വിമാനം എന്നൊക്കെ പറയും. അതാണ് കേട്ടോ ഈ കാണുന്നത്. നിറയെ പരുന്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷികളൊക്കെ എല്ലാ പോലെ നമുക്ക് അടുത്തു നിന്നൊക്കെ കാണാൻ പറ്റിയ പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ചീനവല പൊന്തിക്കുന്ന സീനാണ് കേട്ടോ കാണുന്നത്. പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം പൊന്തിയിട്ടാണ് മീനുകൾ എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കുറച്ച് മീനുകളേ അതിലുള്ളൂ, നല്ല വല്ലാതൊന്നുമില്ല. അപ്പം നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫുഡ് കഴിക്കാനൊക്കെ ടൈമായിട്ടുണ്ട്. നമുക്ക് സമയം വല്ലാണ്ടില്ല. പിന്നെ കുറേ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഏകദേശമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെട്രോയിൽ ഇങ്ങോട്ട് പോകുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോകുന്ന ടൈമിൽ. കാരണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് വല്ലാതെ തിരക്കുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഏകദേശം നല്ല തിരക്കുണ്ട്. അപ്പോൾ കൊച്ചിയിൽ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.